ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൾ ലേണിംഗ്. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം യദു സാറാണ്. അപ്പം നിങ്ങളുടെ ആസ് ടൊറൻഷ്യൽ റെയിൻസ് പോഡ് എന്ന് പറയുന്ന ചാപ്റ്റർ, പേമാരി പെയ്തിറങ്ങിയപ്പോൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് പ്രളയം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ ഇമ്പാക്ട്സ് ഓഫ് ഫ്ലഡ് എന്താണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആരും പകച്ചു നിൽക്കാൻ പാടില്ല. നമ്മളൊരു 4-5 പോയിന്റുകളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു കോണ്ടന്റ് വീഡിയോയിലൂടെ. സോ പ്രധാനമായിട്ട് നമ്മൾ പ്രളയം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെയാണ് വരുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് വരുന്നത്. നമ്മൾ 2018 ജൂലൈ ആഗസ്റ്റ് മാസം പെയ്ത മഴ മൂലം ഉണ്ടായിട്ടുള്ള പ്രളയം അല്ലേ, വലിയ രീതിയിലാണ് കേരളക്കരയെ ആകെ ബാധിച്ചെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. So the damage and destruction caused by the flood in 2018 can never be really estimated. നമുക്കതിനൊരു കറക്റ്റ് കണക്കുകളൊന്നും ഇപ്പോഴും വ്യക്തമല്ല. It had devastated effect on all the sectors. അല്ലെ, എല്ലാ മേഖലയും വളരെ സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് അല്ലേ. ലാൻഡ് മണ്ണൊലിപ്പ് ഉണ്ടായിട്ടുണ്ട്, വീടുകൾ തകർന്നിട്ടുണ്ട്, ഒരുപാട് കന്നുകാലികൾ, പക്ഷി മൃഗാദികൾ ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട് അല്ലേ. എന്തിനാ പറയുന്നത്, ഒരുപാട് മനുഷ്യന്മാർ വരെ മരണപ്പെട്ടിട്ടില്ലേ. സോ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രളയം മൂലം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്തും നമുക്ക് ഒരു കാലത്തല്ല ഇതുവരെ നമുക്ക് അതിന്റെ കറക്റ്റ് കണക്കുകളൊന്നും വ്യക്തമായിട്ടില്ല. ഒന്നാമതായി ഏറ്റവും മോശമായിട്ട് പ്രളയം ബാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാമുകളിലെ ഡാമുകളുടെ പ്രവർത്തനത്തെ ആകെ താളം തെറ്റിച്ചിട്ടുണ്ട് പ്രളയം 2018 അല്ലേ. കേരളത്തിലെ എല്ലാ ഡാമുകളും, ഓൾമോസ്റ്റ് എല്ലാ ഡാമുകളും തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സോ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ജലസംഭരണികളുടെ ക്രമീകരണത്തെ എന്താ പറയുക, ഈ പ്രളയം സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, കേരളത്തിൽ എത്ര പ്രധാനപ്പെട്ട എത്രയാ, ആഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റ് 19 വരെ വളരെ ശക്തമായ രീതിയിൽ നമുക്ക് മഴ ലഭിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ തന്നെ 15 മുതൽ 17 വരെ നിർത്താതെ പെയ്ത പേമാരിയായിരുന്നു. ദ ഡിസ്ചാർജ് ഓഫ് വാട്ടർ ടു ദ റിസർവോയ്സ് ഫോളോയിങ് ദീസ് റെയിൻസ് വാസ് എന്താ പറയുക, ബിയോണ്ട് ദെയർ കപ്പാസിറ്റീസ്. അതായത് നല്ല ശക്തമായിട്ട് ഈ ഒരു 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോൾ ഓരോ ഡാമിനും ഓരോ കപ്പാസിറ്റിയിൽ മാത്രമേ ജലം സംഭരിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്കറിയാം, ഞാൻ പഠിപ്പിച്ച കാര്യം തന്നെയാണ്. സോ ആ കപ്പാസിറ്റിനെക്കാളും കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ ഡാം പൊട്ടാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ആ ഡാമിന്റെ ആ ജലശേഖരം അതിനെക്കാട്ടും കവിഞ്ഞു പോവുകയാണെങ്കിൽ ഡാം പൊട്ടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അധികൃതർക്ക് ഡാമുകളിലെ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, സോ താങ്ങാനാവാത്ത മഴ ലഭിച്ചു എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാലോചിക്കണം. അപ്പം പിന്നെന്താ, കേരളത്തിലെ 37 ഡാമുകൾ അല്ലെ, 37 ഡാമുകളും നമുക്ക് 2018 ഈ പ്രളയത്തിൽ ഇതുമൂലം തുറക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. ഈ കാരണം അമിതമായിട്ടുള്ള വെള്ളം ഡാമിന്റെ എന്താ പറയുക റിസർവോയിലേക്ക് എത്തിയത് കൊണ്ട് ഡാമിന്റെ കപ്പാസിറ്റിനെക്കാട്ടും കൂടുതൽ വെള്ളം എത്തുമ്പോൾ ഡാം പൊട്ടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട 37 ഡാമുകളും തുറക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പറയേണ്ടത് ഇടുക്കി ഡാം അല്ലേ. 26 വർഷങ്ങൾക്ക് ശേഷം ഇടുക്കി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം തുറക്കേണ്ട, അതായത് ഇടുക്കി ആർച്ച് ഡാം കേട്ടിട്ടില്ലേ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇടുക്കി ഡാം അല്ലേ. ഇടുക്കി ആർച്ച് ഡാം ഒക്കെ ഉണ്ട്, കേരളത്തിലെ ആദ്യത്തെ എന്താ പറയുക ഏക ആർച്ച് ഡാം ഒക്കെയാണ് അല്ലേ. അതിന് ചെറുതോണി അല്ലേ, ചെറുതോണി ഭാഗത്ത് അതിന്റെ അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. 5 ഷട്ടറും 26 വർഷത്തിന് ശേഷം നമ്മൾ ഇടുക്കി ഡാമിൻ്റെത് തുറന്നിട്ടുണ്ട് 2018 അല്ലെ. 26 വർഷങ്ങൾക്ക് ശേഷമാണ് 5 ഷട്ടറുകളും ഇടുക്കി ഡാമിന് തുറക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. സോ ഡാമുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ജലസംഭരണികളുടെ പ്രവർത്തനം ആകെ താളം തെറ്റിയിട്ടുണ്ട്. രണ്ടാമത്തത് ഭീകരമായിട്ടുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട് ഈ 2018 പ്രളയം മൂലം. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മൂലം ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അല്ലേ. കേരളത്തിൽ 381 സ്ഥലങ്ങളിൽ എന്താ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 158 ഇടുക്കിയിലും 56 വയനാടും. ഈ ഇടുക്കിക്കും വയനാടിനും ഒരു പ്രത്യേകതയുണ്ട്, രണ്ടും മലയോര എന്താ പറയുക ജില്ലകളാണ് അല്ലേ. മലമ്പ്രദേശം അല്ലെങ്കിൽ ഹില്ലി ഏരിയാസ് കൂടുതലുള്ള ജില്ലകളാണ്. സോ അവിടെ ലാൻഡ് സ്ലൈഡിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്, എപ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമുള്ള സ്ഥലമാണ്. സോ വയനാട്ടിലും ഇടുക്കിയിലും ധാരാളം സ്ഥലങ്ങളിലായിട്ട് മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടെന്നുള്ള കാര്യം എല്ലാ മക്കളും ഒന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യം തന്നെയാണ്, അതൊന്ന് ആലോചിക്കണം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖല. മൂന്നാമത്തെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ജലസംഭരണികളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. രണ്ടാമത്തത് എന്താ പറയുക മണ്ണൊലിപ്പും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി. മൂന്നാമത്തത് കാർഷിക മേഖലയെ പ്രളയം സാരമായി ബാധിച്ചിട്ടുണ്ട്. എത്രയോ അധികം ഹെക്ടർ സ്ഥലത്തെ, അതായത് 2,36,650 ഹെക്ടർ ഏരിയയിലെ കൃഷിഭൂമി നശിച്ചിട്ടുണ്ട് അല്ലേ. 10.8 ലക്ഷം കർഷകരെ ഇത് ദുരിതത്തിലാഴ്ത്തിയിട്ടുണ്ട് അല്ലേ ഈ പ്രളയം. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു കണക്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. സോ പ്രളയം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കണക്കുകളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. സോ ആ കാര്യങ്ങൾ ഈ 2,36,650 ഹെക്ടർ ഏരിയയിൽ എന്താ പറയുക
കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. 10.8 ലക്ഷം കർഷകരെ ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യം മാത്രം നിങ്ങൾ അതിൽ ആലോചിക്കുക. പിന്നെ നാലാമത്തെ ഒരു വിഭാഗമുണ്ട്, ഡൊമസ്റ്റിക് ആനിമൽസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രക്ഷപ്പെടുന്ന ഒരു വെപ്രാളത്തിൽ നമ്മൾ ഈ മൃഗങ്ങളെയും ഇതിനൊന്നും രക്ഷപ്പെടുത്താൻ മറന്നുപോയിട്ടുണ്ട് അല്ലേ. നമ്മൾ പശുവിനെ തൊഴുത്തിൽ കെട്ടിയത് കയറഴിക്കാനൊക്കെ മറക്കുമ്പോൾ അതൊക്കെ വെള്ളം കുടിച്ച് ചത്തുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സോ ഒരുപാട് ഡൊമസ്റ്റിക് ആനിമൽസിന് പ്രളയം മൂലം ധാരാളമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്, അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഈ 4, അതായത് വളർത്തുമൃഗങ്ങൾ, ആ കാര്യം കൂടെ നിങ്ങൾക്ക് പറയണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു പട്ടിയുടെ പടം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഡെറ്റോളൊക്കെ ഡെത്തോൾ, ഓക്കെ, ഡെത്തോളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ 4 പോയിന്റുകൾ പ്രധാനമായിട്ടും നിങ്ങൾ പരാമർശിച്ചിട്ട് വേണം പ്രളയം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. സോ ഇതുപോലെയുള്ള എന്താ പറയുക അടിപൊളി കോണ്ടന്റ്സുമായിട്ട് നമ്മുടെ ടീം ഏകന്റെ ടീം നിങ്ങളെ കാണാനായിട്ട് ഇനി ഇതുപോലത്തെ വീഡിയോയിൽ വരും. അതുവരെ എന്താ, ഒരു അടിപൊളി ബൈ.